ജീവിതം യഥാർത്ഥത്തിൽ ഒരു യാത്ര മാത്രമാണെന്നും ആ യാത്രയിൽ നാം പലരെയും കണ്ടുമുട്ടുമെന്നും പലതും അനുഭവിക്കുമെന്നും, എന്നാൽ അനുഭവിക്കുന്നത് അനുഭവ പാഠമാക്കി മാറ്റണമെന്നും, കണ്ടുമുട്ടുന്നവരിൽ നിന്നും പലതും പഠിക്കണമെന്നും കണ്ടുമുട്ടുന്നവരെ പലതും പഠിപ്പിക്കണമെന്നും ഒക്കെയാണ് ശ്രീ രത്തൻ ടാറ്റ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ അദ്ദേഹം കണ്ടുമുട്ടിയവരെ പ്രചോദിപ്പിച്ച ഒരു കാര്യമായിരുന്നു ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. ശ്രീ അമിതാഭ് ബച്ചൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ലാളിത്യവും വിനയവും ജീവിതത്തിൽ എന്താണ് എന്ന് ഞാൻ പഠിച്ച സമയങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരുന്നുള്ള യാത്ര എന്ന് പറഞ്ഞു. അതൊരു സ്ലിപ്പ് അപ്പ് ടങ് കൊണ്ട് JRD ടാറ്റ എന്ന് ഞാൻ പറഞ്ഞതാണ്. രത്തൻ ടാറ്റ ഒരുമിച്ചുള്ള യാത്രയെക്കുറിച്ചായിരുന്നു. ജീവിതയാത്രയിൽ അദ്ദേഹം വിശേഷിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഈ യാത്രയിൽ താഴ്ച വീഴ്ചകളും ഏറ്റക്കുറച്ചിലുകളും ഒക്കെ ഉണ്ടാകും. ഒരിക്കലും ഒരേപോലെ ഒരേ താളത്തിലും ഒരേ ഓളത്തോടു കൂടിയും ഒരു യാത്രയും നടത്താൻ സാധിക്കില്ല. എപ്പോഴും മാറ്റങ്ങളുണ്ടാവാം, ഗതിവിഗതികളും മാറാം. അതിന് അദ്ദേഹം പറഞ്ഞ ഉദാഹരണമാണ് ഏറ്റവും മനോഹരമായൊരു ഉദാഹരണം. ECG, നമ്മുടെ ഹൃദയമിടിപ്പ് പരിശോധിക്കുന്ന സംവിധാനമാണല്ലോ ഇലക്ട്രോകാർഡിയോഗ്രാം. ആ ECG പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഗ്രാഫ് ഒരുപോലെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ജീവനില്ല എന്നാണ്. ഹൃദയം മിടിക്കുന്നില്ല, ജീവൻ തീർന്നു എന്നാണ്, ജീവൻ അവശേഷിക്കുന്നില്ല എന്നാണ് ആ ഗ്രാഫിൻ്റെ അർത്ഥം. അതാണ് ഏറ്റവും ഭയാനകമായിട്ടുള്ള സംഭവം. നേരെ മറിച്ച് ആ ഗ്രാഫിനകത്ത് ഏറ്റക്കുറച്ചിലുകൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് നല്ലൊരു ഹൃദയമിടിപ്പിനെ സൂചിപ്പിക്കുന്നു എന്നാണ്, ഹൃദയം നന്നായി വർക്ക് ചെയ്യുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിലും നമുക്ക് ഈ ഏറ്റക്കുറച്ചിലുകളും അതുപോലെ താഴ്ച വീഴ്ചകളും ഒക്കെ ജീവിതത്തെ മനോഹരമായി നാം കൊണ്ടു നടക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ടോ ലക്ഷണമായിട്ടോ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ജീവിതം സുന്ദരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നാണ്. അതുകൊണ്ട് എപ്പോഴും ജീവിതം മുഴുവൻ സങ്കടമാണെന്നോ ജീവിതം മുഴുവൻ സന്തോഷമായിരിക്കണമെന്നോ ഒരിക്കലും ശഠിക്കാതെ സന്തോഷവും ദുഃഖവും വേദനയും സുഖവും അങ്ങനെ എല്ലാം കൂടിച്ചേരുന്ന ഒന്നായിരിക്കണം നമ്മുടെ ജീവിതം. എങ്കിലേ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു സുഖമുണ്ടാവുകയുള്ളൂ, യാത്ര ശുഭമാവുകയുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ ശുഭപര്യവസായിയായ ഒരു യാത്രയാണ് ജീവിതമെന്നുണ്ടെങ്കിൽ ആ യാത്രയിൽ ഉടനീളം നമുക്ക് പലതരത്തിലുള്ള ഈ താഴ്ച വീഴ്ചകളോ ഏറ്റക്കുറച്ചിലുകളോ സുഖദുഃഖങ്ങളോ വേദനയും സന്തോഷമോ അങ്ങനെ ഒരുപക്ഷെ ദാരിദ്ര്യമോ സമ്പത്തോ എല്ലാത്തിനും ഓരോ മറുവശങ്ങളുണ്ടല്ലോ. എല്ലാത്തിനും രണ്ട് വശങ്ങൾ, ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുള്ളതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങൾക്കും ഓരോ അവസ്ഥയ്ക്കും രണ്ട് വശങ്ങളുണ്ട്. ആ രണ്ട് വശങ്ങളുടെ ഒരു ബാലൻസിങ് എങ്ങനെ കൊണ്ടുപോകുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ജീവിതത്തിൻ്റെ വിജയം. അപ്പോൾ ഒന്നും നമ്മെ തളർത്താതിരിക്കാനും ഒന്നും നമ്മെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മളെ വളർത്താതെ, അതായത് തലയിൽ കയറാതെ തലക്കനമാവാതെ മാറാതിരിക്കാനും ശ്രദ്ധിച്ചാൽ ജീവിതം വളരെ സുന്ദരമായി നമുക്ക് കൊണ്ടുനടക്കാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു ശ്രീ രത്തൻ ടാറ്റ. അതാണ് അമിതാഭ് ബച്ചൻ പറഞ്ഞത്, ലാളിത്യം എന്താണെന്നും വിനയം എന്താണെന്നും എനിക്ക് പഠിക്കാൻ സാധിച്ചു എന്നുള്ളത്. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഓരോരോ അനുഭവങ്ങളെ എങ്ങനെ നേരിടണമെന്നും ശ്രീ രത്തൻ ടാറ്റ നമ്മെ ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൻ്റെ അപ്രകാരമുള്ള അനുഭവങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളെ നല്ല ജീവിത യാത്രയുടെ ലക്ഷണമായി കാണാനും ജീവിതയാത്രയെ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് കഴിയട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.